ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അധിക സമയമൊന്നും എടുക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാങ്ങാച്ചാർ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ്. വരൂ നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. മാങ്ങാച്ചാർ തയ്യാറാക്കുന്നതിനായി ഞാൻ 2 മാങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പൊടിയായിട്ടല്ല, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 2 വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. കൂടിയ അളവിലും തയ്യാറാക്കി നമുക്ക് കൂടുതൽ കാലം കേടുവരാതെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. എൻ്റെ കയ്യിൽ മാങ്ങ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 മാത്രം എടുത്തത്. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ അളവൊക്കെ കാണുമ്പോൾ കൂടുതലായിട്ട് തോന്നുമെങ്കിലും ഇത് ഉണ്ടാക്കി വരുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ കൂടുതൽ സമയം കേടുവരാതിരിക്കാനൊക്കെ ഇത് നല്ലതാണ്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അടുത്ത് കായപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് വെയിലിലൊന്ന് ഉണക്കിയെടുക്കണം. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു ദിവസം ഉണക്കിയെടുത്താൽ മതിയാവും. നന്നായി ഡ്രൈ ആയി കിട്ടണ്ട, ജസ്റ്റ് അതിൻ്റെ പുറമേയുള്ള വാട്ടർ കണ്ടൻ്റൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതിയാകും. ഈ വേനൽക്കാലത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ്. ഞാനിത് ഉണക്കാനായിട്ട് ഇട്ടപ്പോൾ അധികം വെയിലില്ലാത്തതുകൊണ്ട് വേനൽക്കാലമാണെങ്കിലും മഴയുടെ ഒരു മൂടലുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദിവസം എടുത്തിട്ടുണ്ട് കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ടൊരു മസാല മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഓയിലൊന്നും ഒഴിക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിനാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. പച്ചയ്ക്ക് നമുക്ക് ഇത് പൊടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇത് തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ, അതല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. നന്നായി വറുത്തെടുത്ത ശേഷം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ശേഷം ഇതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ കടുകൊന്ന് വറുത്തെടുക്കാം. ഉലുവ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കടുകൊന്ന് ചൂടാക്കിയെടുക്കാം. കടുകൊന്ന് ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി 6-7 വറ്റൽ മുളകും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇതുപോലെ സെപ്പറേറ്റ് വറുത്തെടുക്കുന്നത് എല്ലാം സെപ്പറേറ്റ് രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് ചിലത് ഫൈനായിട്ടും ചിലത് തരിതരിപ്പായിട്ടും വേണം പൊടിക്കാൻ. ഇതും കൂടി നന്നായി ചൂടായ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ശേഷം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം. ഇതാണ് കേട്ടോ നമ്മൾ ഉണക്കാൻ വെച്ചിരുന്ന മാങ്ങ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. കൂടുതൽ അളവിൽ തയ്യാറാക്കാൻ പറ്റുന്ന, എന്നാൽ അധികം മസാലയോ വിനീഗറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലാത്തതും അധിക നാൾ കേടുവരാതിരിക്കുന്നതുമായ ഒരു അച്ചാറാണിത്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലേഴ്സിന്, വിദേശത്തോട്ടൊക്കെ പോകുന്നവർക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു പിക്കിളാണിത്. ഇതിലോട്ടിട്ട് നമ്മൾ പൊടിച്ച് വെച്ച മസാലക്കൂട്ട് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഉലുവയാണ്. ഉലുവ നമുക്ക് മാക്സിമം ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ അളവിൽ ഉലുവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കടുകാണ്. കടുക് ഒന്ന് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. കടുക് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ, അത് ഇതുപോലെ ക്രഷ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. മുളക് നമുക്കൊരു വലിയ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടാൻ കേട്ടോ. ഇത് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് മസാലപ്പൊടികളുടെ അളവെല്ലാം കൂട്ടണം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലോട്ട് കുറച്ച് നല്ലെണ്ണ എടുത്ത് നന്നായി ചൂടാക്കി ഇതിന് മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മാങ്ങ അച്ചാർ റെഡി. നമ്മൾ അച്ചാറൊക്കെ ഇടാൻ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കൂടുതൽ ടേസ്റ്റും അതാണ്. അധികം നാൾ കേടാവാതിരിക്കാനും അതുതന്നെയാണ് നല്ലത്. ഇനി എണ്ണയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഡപ്പയിലോട്ട് മാറ്റി അടച്ചു വെച്ച് സൂക്ഷിക്കാം. കണ്ടില്ലേ, എത്ര എളുപ്പത്തിനാണ് നമ്മൾ ഈ അച്ചാർ റെഡിയാക്കി എടുത്തത്. മാങ്ങയൊന്ന് ഉണങ്ങി കിട്ടിയാൽ ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്ന പണിയേ ഉള്ളൂ. എന്നാൽ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. ഇത് ആ ഡ്രൈ ആയ മാങ്ങയുടെയും കായത്തിൻ്റെയും നല്ലെണ്ണയുടെയും ഉലുവയുടെയും ഒക്കെ ടേസ്റ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടും. കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഇനി മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി മാങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്